ഗൈസ്, അപ്പോൾ വീഡിയോ എടുക്കാൻ ചെന്ന എനിക്ക് കുറേ വായിരിക്കണതും കേട്ടു. ഞാൻ തിരിച്ച് ചേട്ടൻ്റെ അടുത്തോട്ട് വന്നു. അമ്മയൊക്കെ അങ്ങനെയാണ്. അവർ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊക്കെ ദേഷ്യം വരും. അപ്പാ മേടിച്ച് ഫോൺ വീഡിയോ എടുത്താന്ന് ചോദിച്ചു ഞങ്ങളുടെ. ഞാൻ പറഞ്ഞില്ല, എടുത്തില്ല എന്ന് പറഞ്ഞു. കാരണം ഇപ്പൊ പാതിയോളം എന്ന് പറയാൻ പറ്റും. ആ പാതിയോളം അഴുക്ക് സൈഡിലത്തെ കളഞ്ഞു. ഇനി തറയിലത്തെയാണ് കളയാൻ ഏറ്റവും ഞാനിപ്പോ ഇതിപ്പോ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു കിടപ്പ് കിടക്കും. പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി തന്നെ ഞാൻ വീടിൻ്റെ അകത്തോട്ട് കയറണമെങ്കിൽ ഒരുമാതിരി 10-20 പ്രാവശ്യമെങ്കിലും ഞാൻ സോപ്പിട്ട് കഴുകിയാലേ എന്നെ വീട്ടിൻ്റെ അകത്തോട്ട് അമ്മച്ചി കയറ്റുള്ളൂ. അതങ്ങനെയാണ്. എൻ്റെ വീട്ടിലങ്ങനെയാണ്. ഇനി നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. നിങ്ങൾക്ക് വേണ്ടി ഇടക്ക് വെച്ച് എൻ്റെ കൈ തട്ടി വീഡിയോ ഒന്ന് ഓഫായി പോയായിരുന്നു. ഇതാ എൻ്റെ ചേട്ടനായിരുന്നെങ്കിൽ പിന്നെയും വീഡിയോ കറക്റ്റായിട്ട് എടുക്കും. ഇവളുടെ ഈ ഫോൺ കൊടുത്ത് വീഡിയോ എടുക്കാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയണല്ലേ ഇവള് കേൾക്കാം. ഇപ്പം തന്നെ എൻ്റെ അടുക്ക് ഇവള് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കഷ്ടപ്പെട്ട അമ്മേൻ്റെയൊക്കെ വീഡിയോ ഇതിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇട്ട് വന്നിട്ടും നിങ്ങൾ ഇങ്ങനെ ഇട്ടെന്ന് ഓർത്തോ. ഇനി എൻ്റെ ആൻറ്റിമാർ പറഞ്ഞാണെങ്കിൽ ഫോറസ്റ്റുകാർ വന്ന് എന്നെ പിടിച്ചോണ്ട് പോവാന്ന് ആർക്കറിയാം. എന്തായാലും ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ എടുക്കുന്നില്ലേ, സബ്സ്ക്രൈബ് ചെയ്യ്. ചില മണ്ടന്മാർ പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ ഒന്നും പറയാൻ പോകുന്നില്ല. നിങ്ങളുടെ അച്ഛനെ അമ്മേനെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് അച്ഛനെയാണോ അമ്മേനെയാണോ ഇഷ്ടമെന്നൊന്നും ഞാൻ ചോദിക്കുകയില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഇഷ്ടപ്പെടണം നിങ്ങൾ. അപ്പോഴേ നമ്മുടെ മീൻ ഇവിടെ കിടന്ന് ഓടിക്കളിക്കുന്നുണ്ട്. അമ്മ ഇവിടെ അനങ്ങാതെ കിടക്കുവാണ്. ഓടാൻ നീന്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. വീഡിയോ കാണിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു അനങ്ങാതെ കിടക്കുന്നു ഇപ്പോൾ എല്ലാം. എൻ്റെ ചേട്ടൻ ഇവിടെ തേച്ചിരിക്കുവാണ്. കുറച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഭാഗം കൂടിയേ ഉള്ളൂ. അത് നമുക്കിപ്പോൾ ക്ലീൻ ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചേട്ടൻ ഇവിടെ കിടക്കുന്നതായിരിക്കും. അതും അനിയത്തി ഇല്ലാതെ. അതുകൊണ്ട് പേടിക്കണ്ട. അലർജി വല്ലതും വരുവാണെങ്കിൽ ചേട്ടനെ മാത്രമേ വരുത്തുള്ളൂ. അങ്ങനെ വരത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേട്ടൻ ഒന്നാതെ അലർജി പ്രശ്നമുള്ളതാണ്. പറഞ്ഞ ശരിയാണ് ഗൈസ്. എനിക്ക് ആസ്മേൻ്റെയൊക്കെ പ്രശ്നം നല്ല കണക്കിനുള്ളതാണ്. ആസ്മയൊക്കെ വന്നിട്ട് പിന്നെ ശ്വാസം മുട്ടും. എന്നിട്ട് ശരീരം ഫുള്ളിങ്ങനെ പൊന്തി വരും. തെളുത്ത് വന്നിട്ട് എനിക്ക് ശ്വാസം കിട്ടില്ല. അപ്പം അങ്ങനത്തെ പ്രശ്നമുള്ളതാണ്. ഓക്സിജനൊക്കെ കുറഞ്ഞു പോവും. ഓക്സിജൻ്റെ അളവൊക്കെ കുറഞ്ഞു പോയിട്ട് ആശുപത്രിയിലാണ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ. പിന്നെ എന്നാലും നമ്മളിത് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഞങ്ങൾ അങ്ങനെ പറയാനും പറ്റില്ല. കുറച്ചൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയും ചെയ്യുന്നുണ്ട്. അതെൻ്റെ അനിയത്തി പറഞ്ഞതേ ഉള്ളൂ. അപ്പുറത്ത് ഞങ്ങൾ വളർത്തുന്നൊരു പട്ടിയുണ്ട്. ഒരു ദിവസം ഞങ്ങൾ കൊണ്ടേ കാണിച്ചു തരാം. അതിൻ്റെ പേര് ജാക്കു എന്നാണ്. എൻ്റെ കാല് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ഞാൻ ഇതിൻ്റെ മേളിൽ കയറിയാണ് നിൽക്കുന്നത്. അതാണ് അങ്ങനെ കാണുന്നത്. ഈ ഡ്രസ്സൊന്നും നോക്കണ്ടേ. ഇത് ഞാൻ എപ്പോഴും വർക്കിംഗ് ഡ്രസ്സാണത്. എപ്പോഴും പുറത്ത് വർക്കിംഗ് ഒക്കെ ഉള്ളപ്പോൾ ഞാൻ ഇടണതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്ക് കഴുകല് അങ്ങനത്തെ ഒക്കെ പരിപാടിക്ക് ഇടണ ഉടുപ്പാണിത്. വിചാരിക്കരുത് ആ ഉടുപ്പൊന്നും കണ്ടിട്ട്. നിങ്ങൾ ഈ ഉടുപ്പിട്ട് എന്നെ കണ്ടിട്ടൊന്നും വിചാരിക്കരുത്. ഇപ്പോൾ വൈബല്ലേ. കുറച്ച് കഴിഞ്ഞ പിന്നെ ഒരു ചുമ്മനെ കൂടി
അതിപ്പോ തീരും. അത് ഒരു സ്ഥലത്തൊക്കെ മാത്രം. ഇലകൾ വീഴുന്നുണ്ട് ഗൈസ് നിറച്ച് മാവിന്റെ ചുവട്ടിലായതുകൊണ്ട്. തന്നെ എന്തോരം ഇല വീണെന്ന് ഇത് കാണാൻ പറ്റുന്നുണ്ടാന്നറിയാല. എന്തായാലും നല്ല പാടുണ്ട്. ഇത് അതൊക്കെ ഒന്ന് തേച്ച് കഴിക്കുമ്പോ വെള്ളത്തിന്റെ കളറൊന്ന് നോക്കിക്കോ. ഈ ആ വെള്ളം തുറന്നു വിടുമ്പോ കാണാം നമ്മുടെ ടാങ്കിന്റെ അവസ്ഥ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടൊന്നും ക്ലീൻ അല്ല, എന്നാലും അത്യാവശ്യം. ഞാനും കൂടെ ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ക്ലീൻ ആയേനെ. ഇങ്ങനെ പറയത്തുള്ളൂ ഗൈസ്. ഞാൻ ചെയ്യാറുണ്ട് ഗൈസ്. എന്നെ വിളിച്ചില്ല, എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഇങ്ങനൊക്കെ പറയും. നമുക്കിങ്ങനെ ചെയ്ത് തന്നെ ഉപദ്രവമായിട്ട് മാറും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയണല്ലേ ഇവർ ചെയ്യാൻ പോണം. എന്നിട്ട് ഞാനിതുവരെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. നിങ്ങളുടെ പറച്ചിലോ ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിങ്ങനെ ഗൈസ് എന്ന് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി നിങ്ങൾ എന്ത് പേര് ഞാൻ വിളിക്കണമെന്ന്. എനിക്ക് ഗൈസ് എന്ന് അങ്ങനെയൊക്കെ താല്പര്യമല്ല. നിങ്ങൾ പറയണ. എന്റെ ചേട്ടൻ ഈ ഗൈസ് എന്ന് വിളിച്ച് അത്രക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഈ ഗൈസ് എന്ന് വിളിക്കുന്നത്. പറയണ പേര് പറയട്ടെ, ആ പേര് ഞങ്ങൾ നിങ്ങളെ വിളിച്ചോളാം. നിങ്ങൾ കമന്റ് ചെയ്യണം ഏത് പേര് ഞാൻ ഇനി നിങ്ങളെ വിളിക്കണമെന്ന്. എന്തായാലും നല്ല തേപ്പാണിത്. ഞാൻ കുലുങ്ങുന്നാണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. കൊതുക് കടിയുണ്ട് നല്ല. നല്ല ഇതാണ്. ഇപ്പൊ തുറന്നു വിട്ടേക്കാം. അത്യാവശ്യം വെള്ളം പോയി. തുറന്നു വിട്ടു ഗൈസ്. ഇനി വെള്ളമൊക്കെ അത് ടാപ്പാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ല അങ്ങനത്തെ. അത് എന്റെ ചേട്ടനും മുത്ത ചേട്ടനും ഞാനുമായിട്ട് ഉണ്ടാക്കിയതാണ്. എന്റെ ഇളയ ചേട്ടനില്ലാത്ത സമയത്ത് ചെരുപ്പിന്റെ ഇതാണ്. ചെരുപ്പ് വെട്ടി റൗണ്ടിലാക്കി കുത്തി വെക്കുന്നതാണ്. അത്രയൊക്കെയല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പുതിയതൊക്കെ മേടിച്ച് വെക്കണം. എന്തിനാണ് പൈസയൊക്കെ ചെലവാക്കുന്നത് വെറുതെ. നമ്മുടെ വീട്ടിലുള്ള ഒരു പഴയ ചെരുപ്പ് എടുക്കുക, മുറിക്കുക, വട്ടത്തിൽ മുറിക്കുക, അതിന്റെ അളവിന് മുറിക്കുക, എന്നിട്ട് അതിനകത്തോട്ട് വെക്കുക. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ പുതിയത് പൈസ കൊടുത്ത് മേടിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ആവശ്യമില്ലാത്ത ചിലവൊക്കെയാണ് അതൊക്കെ. നമുക്ക് വീട്ടിൽ ചെറിയ സാധനങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ അതൊക്കെ. അല്ലാണ്ട് എപ്പോഴും ഈ കടയിൽ പോയി സാധനമൊക്കെ മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നും പറഞ്ഞ് പുതിയ ചെരുപ്പൊന്നും എടുത്ത് ചെയ്യരുത്. പഴയ ഏതെങ്കിലും ചെരുപ്പുണ്ടെങ്കിൽ വെട്ടിയെടുത്ത് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് ഷെയറും ചെയ്യും. ഇല്ലാതെ ഞാൻ നിങ്ങളുടെ അമ്മേനെ ഈ അച്ഛനെ സ്നേഹം ഉണ്ടെന്നൊന്നും പറഞ്ഞ് ഞാൻ ചെയ്യിപ്പിക്കത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോ. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. നിങ്ങളാരുടെയും ഇഷ്ടം പിടിച്ച് വാങ്ങുന്നില്ല എന്നാലും പറഞ്ഞ് ചെയ്യാതിരിക്കരുത് നിങ്ങൾ. അപ്പുറത്തെ വീട്ടിലൊരു ടാങ്ക് ഉണ്ട് ഇത് കണക്കത്തെ. അതിനകത്ത് നിറച്ചും മീനുണ്ട്. അതില് ആ കുറേ മീനൊക്കെ ഞങ്ങളുടെ ആയിരുന്നു. എൻ്റെ മൂത്ത ചേട്ടൻ വന്നു. ചേട്ടന് ഞങ്ങളുടെ വീഡിയോ വരുന്നത്, ചേട്ടനൊരു യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ വീഡിയോ വരുമ്പം കോപ്പിറൈറ്റ് ആവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വീഡിയോയിൽ കയറത്തില്ല. അതാണ് മുഖം പൊത്തിപ്പിടിച്ച് നിൽക്കുന്നത്. ഇനി എൻ്റെ ചേട്ടനായിരിക്കും വീഡിയോ എടുക്കാൻ പോകുന്നത്. അത് കാരണം ഗൈസ് ഇവളുടെ ശല്യം ഇപ്പോൾ ഒഴിവായി. ഇനി നമ്മൾ ഞാൻ ഇവിടെ തന്നെ കാണും ഗൈസ്. ഇനി എൻ്റെ ചേട്ടന്റെ കയ്യിലോട്ട് ക്യാമറ കൈമാറുക. അവൻ കുറച്ചുകൂടി എന്റെ ചേട്ടൻ കൈ മാറ്റൂ. അവന് കോപ്പി റൈറ്റിംഗ് ആവും. അവന്റെ ഇഷ്ടമാണ്. ഓക്കെ പിടിച്ചോ. മൊബൈൽ കൊടുക്കും. എടി എന്നാ പിടിച്ചോ. കാണിക്കാം, അവരൊന്ന് കാണട്ടെ. എന്തായാലും കണ്ടിട്ടുള്ളതാണ്. ഹലോ ഗായ്സ്, ഞാനാണ് ഇവിടെ മുത്തചേട്ടൻ. ഇപ്പൊ നോക്കി ചേട്ടൻ കുറച്ച് സീനാണ്. ഗെയിമിംഗ് യൂട്യൂബ് ചാനലാണുള്ളത്. അവന്റെ യൂട്യൂബിന്റെ പേര് സൊല്യൂട്ടോ എന്നാണ്. സൊല്യൂട്ടോ _ഗെയിമിങ് അങ്ങനെയാണ് പേര്.